നമ്മൾ യുണീക്കി ലക്ഷറിയുടെ ഒന്ന് രണ്ട് പെർഫ്യൂംസ് നമ്മൾ റിവ്യൂ ചെയ്തു. മാംഗോനിഫിഷ്യൻ്റ്, അക്കഡനിസ്, അതെ അക്കഡനിസ്. അതിനുശേഷം ഞാൻ അതോടൊപ്പം വാങ്ങി വെച്ചൊരു പെർഫ്യൂമാണ്. ഞാൻ പറഞ്ഞിരുന്നു ആദ്യം മാംഗോനിഫിഷ്യൻ്റ് റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, അക്കഡനിസ് ആണോ മാംഗോനിഫിഷ്യൻ ആണോ ഏതോ ഒന്ന് റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ചോക്ലേറ്റ് മേക്സ് മീ ഹാപ്പി എന്ന പെർഫ്യൂം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഒഡീസി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ ഈ ഒരു പെർഫ്യൂമാണ് ഞാൻ യൂസ് ചെയ്തത്. എൻ്റെ പെർഫോമൻസ് അറിയാൻ. ഇത്തിരി മഴ പെയ്തിരുന്നു. രാത്രി 9 മണിക്കായിരുന്നു ഷോ. പറയാതിരിക്കാൻ വയ്യ, കിട്ടലും സിനിമ. ഈ പെർഫ്യൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പെർഫ്യൂം ചോക്ലേറ്റ് മേക്സ് മീ ഹാപ്പി, ഈ ഒരു തലക്കെട്ടാണ് എന്നെ ഈ പെർഫ്യൂമിലേക്ക് ആകർഷിച്ചത്. ഞാൻ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ഞാൻ ആരെയും തള്ളിപ്പറയും. അതുപോലെ പെർഫ്യൂം കഴിഞ്ഞാൽ ചോക്ലേറ്റ് ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവം. പെർഫ്യൂമും ചോക്ലേറ്റ് ആണ് എനിക്കറിയില്ല, അത് ഭയങ്കര ക്രേസാണ് ഈ രണ്ട് സാധനത്തോടും. എന്നെ അറിയാവുന്നവർക്കറിയാം ഈ രണ്ട് സാധനത്തോടും എൻ്റെ താല്പര്യം. അപ്പോൾ ഈ ചോക്ലേറ്റ് മേക്സ് മീ ഹാപ്പി എന്ന പേര് എനിക്ക് കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയ ഒരുപക്ഷെ ഇത് സാധാരണ നമ്മൾ കാണുന്ന ഒരു ചോക്ലേറ്റ് പൗഡറി സ്മെല്ല്, അല്ലെങ്കിൽ ആക്സിൻ്റെ ചോക്ലേറ്റിൻ്റെ സ്മെല്ല്, അല്ലെങ്കിൽ മോണ്ടാലെ ചോക്ലേറ്റ് ഗ്രീഡിയുടെ മണം. ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന നോട്ടിനോടൊപ്പം തന്നെ പൊതുവെ ഒരു ബിസ്ക്കറ്റിൻ്റെ മണം വരുമ്പോൾ ചിലർക്ക് അതൊരു കുത്തല് പോലെ തോന്നും. അപ്പോൾ ഈ ചോക്ലേറ്റ് മേക്സ് മീ ഹാപ്പി എന്ന പെർഫ്യൂം എനിക്ക് അങ്ങനെ കുറച്ച് വിചാരങ്ങളെ ഉണ്ടായിരുന്നു. എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഇത് എൻ്റെ എക്സ്പെക്ടേഷന് മുകളിലുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 2019 ഈ പെർഫ്യൂം ഇറങ്ങിയത്. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് വാം സ്പൈസി, കൊക്കോ, ആംബർ, ലാവൻഡർ, ഫ്രഷ് സ്പൈസി, സ്വീറ്റ്, സിട്രസ്, ചോക്ലേറ്റ്, ആരോമാറ്റിക്, വുഡി. ഇത് എക്സ്ട്രാ ഡേ പെർഫ്യൂമാണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഒരു കാര്യം പറയാം, പെർഫോമൻസ് 12 മണിക്കൂറിനപ്പുറമാണ് ഇതിൻ്റെ പെർഫോമൻസ്. അതുകൊണ്ട് പെർഫോമൻസ് മേക്സ് മീ ഹാപ്പി എന്ന് വേണം ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എക്സ്ട്രാ ഡേ പെർഫ്യൂം ടെസ്റ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. ബാക്കിൽ എഴുത്തും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല ബോക്സിനെ കുറിച്ച് പറയാൻ. ഇതാണ് ബോട്ടിൽ വരുന്നത്. യുണീക്കി ലക്ഷറിയുടെ ബോട്ടിലൊക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. ഒരു മഞ്ഞ നിറത്തിലുള്ള ജ്യൂസ്. ഇവിടെ ചോക്ലേറ്റ് മേക്സ് മീ ഹാപ്പി എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഡേ പെർഫ്യൂം. ക്യാപ്പ് മെറ്റലാണ്. ഇവിടെ യുണീക്കി ലക്ഷറിയുടെ ലോഗോ. ഇതാണ് ഹോൾഡ് ചെയ്യുമ്പോൾ, പ്രസ് ചെയ്യുമ്പോൾ ഈ ശബ്ദം കേൾക്കാൻ പറ്റും. നല്ല സ്പ്രെയറും നല്ല ലോക്ക് മെക്കാനിസം ഉള്ള ക്യാപ്പുമാണ്. ഇനി ഇതിൻ്റെ നോട്ടായിട്ട് പറയുമ്പോൾ ടോപ്പ് നോട്ടിൽ കൊക്കോ പോഡ്, ഡാർക്ക് ചോക്ലേറ്റ്, ലാവൻഡർ, മാൻഡറിൻ, ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്. മിഡിൽ നോട്ടിൽ ജിഞ്ചർ, ബെൻസോയിൻ, സിനമൺ, ലാബ്ഡനം, ഒളിബാനം. ബേസ് നോട്ടിൽ കൊക്കോ പോഡ്, കാരമൽ, ആംബർ, വെട്ടുവർ, സാൻഡൽവുഡ്, മസ്ക്. ഇത്രയാണ് നോട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് സിട്രസും ബെർഗാമും ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ദിവസേന ഉപയോഗിക്കാനുള്ള ഒരു പെർഫ്യൂമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ചോക്ലേറ്റിൻ്റെ മണമുള്ള പെർഫ്യൂം നമുക്ക് ദിവസം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. ഇതിൽ സിട്രസ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫ്രൂട്ടി സ്മെല്ലും. അതിന് ശേഷമാണ് ഇതിന് ഈ ചോക്ലേറ്റ് മണം വരുന്നതിന്. നമുക്ക് ആദ്യം നമ്മളിത് ട്രൈ ചെയ്യുമ്പോൾ ചോക്ലേറ്റ് എവിടെ നിന്ന് ചോദിക്കും. പക്ഷെ പതിയെ ചോക്ലേറ്റ് വരും. ഞാൻ പറയാം, പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് 10-20-22 കൊല്ലം മുമ്പ് സ്കൂളിൽ നിന്ന് ഈ കശുവണ്ടി ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറിയിലൊക്കെ ടൂർ പോകാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ ചോക്ലേറ്റ് ഫാക്ടറി കുറവാണ്. അപ്പം ഈ കശുവണ്ടി ഫാക്ടറി ചെന്നു. അവിടുത്തെ വിവിധ ഘട്ടങ്ങൾ കാണിക്കാൻ വേണ്ടി കശുവണ്ടി ഫാക്ടറി ചെന്നപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഒരു മരം ആദ്യമായിട്ടാണ് ഞാൻ ഈ കൊക്കോ മരം കാണുന്നത്. അവിടെ ഈ കൊക്കോ പഴം ഉണ്ടായിരുന്നു. അത് പിള്ളേർ പറിച്ച് കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പിള്ളേർ കഴിച്ച് തിന്ന് ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ കുരുവും കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പെർഫ്യൂം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് ട്രൈ ചെയ്തിട്ട് ബാക്കി കാര്യം പറയാം. സ്പ്രെയർ ഉണ്ടല്ലോ, നല്ല സ്പ്രെയറാണ്. ആദ്യത്തെ സ്പ്രേയിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, നമ്മുടെ കയ്യിൽ ഒരു കൊക്കോ മരം നട്ടുപിടിപ്പിച്ചാൽ എങ്ങനെയാണ്, കൊക്കോ മരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, വളർച്ചാ ഘട്ടങ്ങൾ, അതിന് കൃത്യമായിട്ട് വെള്ളമൊഴിച്ച് അതിൽ വളം ചേർത്ത് അതിന് റാമിഫിക്കേഷൻസ് നടത്തി കൃത്യമായ പ്രൂണിങ് നടത്തി അതിനെ വളർത്തി പാകമായി അതിൽ നിന്ന് ആദ്യത്തെ കനി വിളയുന്നു. അത് എടുത്ത് മുറിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊക്കോയുടെ പഴുത്ത മണം, കൊക്കോ ഫ്രൂട്ടിൻ്റെ പഴുത്ത മണം. യെസ്, അത് തന്നെയാണ് കൊക്കോ ഫ്രൂട്ടിൻ്റെ പഴുത്ത മണം. ആ ഒരു ഫ്രൂട്ട് നമ്മളത് മുറിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഴുത്ത ഫ്രൂട്ടിൻ്റെ മണം. അതിനുശേഷം അത് ഉണക്കി പൊടിക്കുമ്പോഴാണ് കൊക്കോ പൗഡർ, അത് ചോക്ലേറ്റ്. അതിൻ്റെ കൂടെ പിന്നെ കമ്പനിക്കാർ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോഴാണ്, മിൽക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിലുള്ള കാഡ്ബറി, ഡയറി മിൽക്ക് പോലുള്ള ചോക്ലേറ്റ് ഒക്കെ ആവുന്നത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ പെർഫ്യൂം ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു കൊക്കോ മരം നട്ടുപിടിപ്പിച്ചാൽ എങ്ങനെയാണ്, ആ കൊക്കോ മരത്തിൽ ആ പഴുത്ത മണം അതാണ് ആദ്യം വരുന്നത്. ഒരു കൊക്കോ ഫ്രൂട്ടിൻ്റെ മണം. അതിനോടൊപ്പം തന്നെ ചെറിയൊരു സിട്രസ് സ്മെൽ. ഏതാനും സെക്കൻഡ് നേരത്തേക്കുള്ളൂ, നിങ്ങൾക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്കായിരിക്കും ആ സിട്രസിൻ്റെ മണം വരുന്നത്. പിന്നെ വരുന്നത് ഈ പഴത്തിൻ്റെ മണമാണ്, ഈ കൊക്കോ ഫ്രൂട്ടിൻ്റെ മണം. അത് ഇരുന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു കൊക്കോ വൃക്ഷം 15 കൊല്ലം കഴിഞ്ഞ് പാകമാകുന്നത് പോലെ ഇതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ടൈം ട്രാവൽ ചെയ്ത് ഇത് ചോക്ലേറ്റിൻ്റെ ഒരു പൗഡറി സ്മെല്ല്. ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ, കൊക്കോ മരം, അതിൽ നിന്നുണ്ടാവുന്ന പഴം, ആ പഴത്തിൽ കുരു എടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി അത് പൊടിച്ച്
പൊടിച്ചതിന് ശേഷം നമ്മളത് സ്മെല്ല് ചെയ്യുമ്പോൾ വരുന്ന ഒരു സ്മോക്കി ചോക്ലേറ്റ് മണമാണ് ഇതിൻ്റെ മണം. അതുകൊണ്ട് യഥാർത്ഥ ചോക്ലേറ്റിൻ്റെ മണം നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ പറ്റും. നമ്മൾ നാളിതുവരെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് ട്രൈ ചെയ്തതൊക്കെയും ചോക്ലേറ്റ് വിത്ത് ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലാണ്. ഈ ബിസ്ക്കറ്റിൻ്റെ മണം ഒരുപാട് വരുമ്പോഴാണ് പലർക്കും അതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നുകയും അല്ലെങ്കിൽ തലവേദന വരികയും ഒക്കെ ചെയ്യുന്നത്. ഇതിനങ്ങനെയല്ല. ഇതിലൊരു ഫ്രൂട്ടി നോട്ട് ചേർത്തത് കൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്. നമുക്ക് ഡെയിലി ഓഫീസിൽ യൂസ് ചെയ്യാം, വെയിലത്ത് ഉപയോഗിച്ചിട്ട് പോകാം. ഇതിൽ ബെർഗാമോ നോട്ട് ചേർത്തിട്ടുണ്ട്, ലാവണ്ടർ ചേർത്തിട്ടുണ്ട്. ലാവണ്ടറൊക്കെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടേ ഉള്ളൂ. നമുക്ക് ഞാൻ ഈ പറഞ്ഞ ബാക്കി നോട്ടുകളൊക്കെ വിടും. ഞാൻ നോട്ടൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അതൊന്നും കിട്ടാനും പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ അതൊന്നും കിട്ടില്ല. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ കൊക്കോ മരത്തിൻ്റെ പഴത്തിൻ്റെ മണവും പിന്നീട് വരുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ഡ്രൈ ചോക്ലേറ്റ് സ്മെല്ല് ഞാൻ പറഞ്ഞുതരാം. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ജെംസ് മിഠായി, നമ്മുടെ പണ്ട് കുട്ടിക്കാലത്ത് കഴിച്ചത് ജെംസ് മിഠായിയുടെ ഞാൻ അതിനൊരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, അതും കിട്ടും. നമുക്ക് 2 രൂപയ്ക്കും 5 രൂപയ്ക്ക് കിട്ടും. ജെംസ് മിഠായിയുടെ ആ പുറത്തെ ആ ഒരു പച്ച, ചുവപ്പ്, മഞ്ഞ ഇതൊക്കെ വായിലിട്ട് നുണച്ച് കഴിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? ഞാൻ പൊതുവെ ചെയ്യുന്ന പരിപാടിയാണ്, ഞാൻ അതങ്ങ് ചവച്ചിരിക്കുന്നില്ല. പകരം ഈ ജെംസ് മിഠായി നുണഞ്ഞിട്ട് അതിൻ്റെ ചോക്ലേറ്റ് ആകുമ്പം നാക്ക് വെച്ച് അമർത്തി ഞെക്കി ചോക്ലേറ്റ് ആസ്വദിക്കും. അപ്പോൾ ആ ചോക്ലേറ്റ് ഒരു പ്രത്യേക രുചിയുണ്ട്. ഈ ഡയറി മിൽക്കിൻ്റെ അതുപോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചോക്ലേറ്റിൻ്റെ പോലെ അല്ല ഈ ജെംസ് മിഠായിയുടെ ചോക്ലേറ്റിന്. ആ ജെംസ് മിഠായിയുടെ ആ മധുരത്തിൻ്റെ ആ ഒരു പുറം ചട്ട നീക്കി കഴിഞ്ഞാൽ അകത്തുള്ള ഒരു ചോക്ലേറ്റിന് ഒരു മണമുണ്ട്, ഒരു ഫ്ലേവർ. അത് നാവിൽ വെക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ മൂക്കിലൂടെ വരും. ആ ഒരു പൗഡറി ചോക്ലേറ്റ് സ്മെല്ലാണ് ഇതിൻ്റെ ഡ്രൈഡ് ഓണിൽ വരുന്ന മണം. ആ ഒരു ചോക്ലേറ്റ് നോട്ടാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരിക്കലും ടോപ്പ് നോട്ടിൽ കിട്ടില്ല. ടോപ്പ് നോട്ടിൽ യഥാർത്ഥത്തിൽ ചോക്ലേറ്റ് കൊക്കോ പഴത്തിൻ്റെ മണം, അത് പതിയെ ഈ പഴത്തിൻ്റെ മണം ഇരുന്ന് മൂത്ത് അതിരുന്ന് പെരുകി അത് കുറേ കഴിയുമ്പോൾ ഉണങ്ങിയ പഴമാവും. അത് കുറേ കഴിയുമ്പോൾ കൊക്കോ ബീനാവും. ആ കൊക്കോ ബീൻ കയ്യിലിരുന്ന് ഉണങ്ങി വീണ്ടും അത് ചോക്ലേറ്റിൻ്റെ നോട്ടായിട്ട് മാറും. അത് പൊടിച്ച് റോ ചോക്ലേറ്റ് ആയിട്ട് മാറും. അത് നമുക്കൊരു മുല്ലമുട്ട് വിരിയുന്നത് പോലെ ഒരു മരം കൺമുമ്പിലിരുന്ന് വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ച് അതിൽ നിന്ന് കനി വന്ന് അത് നമുക്കത് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ആ മണം, അതിന് വിവിധ ഘട്ടങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മണം. അതുകൊണ്ട് യഥാർത്ഥ ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പെർഫ്യൂം നിങ്ങൾ കാഡ്ബറി ഡയറി മിൽക്ക് അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് തലവേദന വരുന്ന ചോക്ലേറ്റ് അല്ല, അല്ലെങ്കിൽ അതുപോലുള്ള ചോക്ലേറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മിൽക്കി ചോക്ലേറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് ഞാൻ ഈ പറയുന്ന ഈ സംഭവം നിങ്ങളുടെ മനസ്സിൽ വന്നോ, അതാണ് ഈ സാധനം. ഇത് നമ്മുടെ വേവ് ലെങ്ത്തിലുള്ള ആളുകളോട് വ്യക്തമായിട്ടും പറയാണ്, ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഈ ചോക്ലേറ്റ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. കാരണം ഇതിൽ ഫ്രൂട്ടി നോട്ടുണ്ട്. സമ്മർ സമയത്ത് ഉപയോഗിക്കാം, ഓഫീസിൽ യൂസ് ചെയ്യാം, പാർട്ടിയിൽ യൂസ് ചെയ്യാം, ക്ലബിങ്ങിന് യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഒരു 12 മണിക്കൂർ നേരത്തേക്ക് ഈ സാധനം നിൽക്കും. ഭയങ്കര പെർഫോമൻസ് ചെയ്ത് എക്സ്ട്രേറ്റഡ് പെർഫ്യൂമാണ്. നല്ല ഓയിൽ കോൺസെൻട്രേഷൻ ഉണ്ട്. പെർഫോമൻസിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. 12 മണിക്കൂർ പ്ലസ് നിൽക്കും. ഞാൻ കൂട്ടി പറയുന്നില്ല, ഞാനൊരു സ്വീറ്റ് സ്പോട്ടായിട്ട് 12 മണിക്കൂർ പറയുന്നു. എപ്പോൾ വേണമെങ്കിലും അടിക്കാം. അതാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത്. നമ്മൾ ഇതിൽ ഈ ഒരു നോട്ട്, ചില ആ ഒരു പർട്ടിക്കുലർ ഫ്രഷ് നോട്ടുകൾ ചേർത്തുകൊണ്ട് രാവിലെ ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം. നിങ്ങളുടെ ഭാര്യയെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ, നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടവരെ കാണാൻ പോകുമ്പോൾ, ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ, കുറേ നാളെ നിങ്ങൾ സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, ആ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് മുഖാഭിമുഖം കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ബിസിനസ് ഡീൽ വന്നു, എനിക്ക് ആ ക്ലയൻറ്റിനെ കണ്ട് സംസാരിക്കണം, ആ ഡീൽ ഉറപ്പാക്കണം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിങ്ങൾക്ക് ഒരേ സമയം ഫ്രഷ് ആയിട്ടും ഒരേ സമയം സ്വീറ്റ് ആയിട്ടും നിൽക്കുന്ന ഒരു പെർഫ്യൂം അല്ലെങ്കിൽ യൂസ് ചെയ്യാം. ഇതാണ് ഈ പെർഫ്യൂം. പിന്നെ ഭയങ്കര യുണീക്കാണ്. ഈ കൊക്കോയുടെ പൗഡറിൻ്റെ മണവും അല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ടിൻ്റെ മണവും വരുന്ന പെർഫ്യൂം വളരെ യുണീക്കാണ്. ഞാൻ ട്രൈ ചെയ്തതിലൊന്നും ഈ ഒരു മണം എനിക്ക് കിട്ടിയിട്ടുമില്ല. ഒരു ക്ലോണും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ യുണീക്കായിട്ടുള്ള പെർഫ്യൂം, വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 ml 14-15 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ടെസ്റ്റർ നിങ്ങൾക്ക് ഒരു 13-12 റേഞ്ച് കിട്ടും. അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. പെർഫോമൻസ് ബീസ്റ്റ് മോഡ്, പ്രൊജക്ഷൻ ബീസ്റ്റ് മോഡ്, 4-5 മണിക്കൂർ നേരം തന്നെ നന്നായിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്യും. ഇത് 2 കൂട്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലേഡീസിന് യൂസ് ചെയ്യാം, മെൻസിന് യൂസ് ചെയ്യാം. ഇത് ആര് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രഷ് പ്ലസ് ചോക്ലേറ്റ്, ഫ്രഷും ചോക്ലേറ്റും ഒരേ സമയം സമാസമം ചേർത്ത് വെച്ചൊരു പെർഫ്യൂം നമുക്ക് ഓഫീസിലോ എവിടെ വേണമെങ്കിൽ മൾട്ടി പർപ്പസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. നല്ലൊരു ആർട്ട് വർക്കാണ്. ഞാനിത് ഡീക്കനാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10 ml തന്നെ നിങ്ങൾക്ക് ധാരാളം കേട്ടോ. 10 ml മതിയാവും. കളക്ഷനിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 10 ml എടുത്താൽ മതി. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ പെർഫ്യൂം. എക്സ്ട്രേറ്റ് ആയതുകൊണ്ടാണോ അറിയില്ല, നല്ല സ്ട്രോങ് ആണ് ഈ പെർഫ്യൂം. അപ്പം ഞാൻ 10 ml ആക്കിയിട്ടുണ്ട്. ട്രൈ ചെയ്യേണ്ടവർക്ക് 2 ml ട്രൈ ചെയ്യാം. 2 ml ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങാം. 5 ml അവൈലബിൾ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ചോക്ലേറ്റ് പ്ലസ് ഫ്രഷ് പെർഫ്യൂം, സംതിങ് യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം, നമുക്ക് കിട്ടിയിട്ടില്ലാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള മണങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുക. പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നല്ലൊരു വർക്കാണ്. നീഷ് വർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂം. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ അടിപൊളിയാണ്. ഇതിൽ കല്യാണമോ പാർട്ടിയോ അങ്ങനെ ഇതിന് ചടങ്ങൊക്കെ വരുന്ന ഇതൊക്കെ അടിച്ചിട്ട് പോയാൽ മതി. ആൾക്കാർ നിങ്ങളെ ചോദിക്കും ഏത് പെർഫ്യൂമാണെന്നുള്ളത്. ഇപ്പോൾ കോംപ്ലിമെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഗേൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി നിൽക്കുക, സുഹൃത്തുക്കളുടെ അടുത്ത് പോയി നിൽക്കുക, അവർ കോംപ്ലിമെൻറ്റ് ചെയ്യും. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം. ഒപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ഞാൻ റേറ്റും കാര്യങ്ങൾ ഇടുന്നതാണ്. താങ്ക് യു സോ മച്ച്.